തമ്പുരാൻ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ധരിക്കും. ഞാൻ ഹിമാലയൻ സാനുക്കളിലേക്ക് ഒരു യാത്ര പോയിരിക്കുകയായിരുന്നു, അവിടെ ധ്യാന നിമിഷ്ടനായിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു എന്ന് അനീഷ് പറയുന്നു. ഉടനെ അക്ബർ, എവിടെ ഹിമാലയം കണ്ടാലും അവനിവിടെ പോകും രാജൻ. ഹിമാലയൻ സാനുക്കളിൽ ഒരു ഗുഹയിൽ ആശ്വസ്തനായിട്ടിരിക്കുമ്പോ അപ്പുറത്തെ ഗുഹയിൽ അങ്ങയുടെ പത്നി ഉണ്ടായിരുന്നു, എന്റെ തെറ്റാണോ രാജൻ? കട്ട് ഹിസ് നെക്ക് എന്ന് ജിസേല്. എന്റെ എല്ലാം തന്നിട്ട് അങ്ങ് എന്നെ തള്ളി പറയുകയാണോ റാണി എന്ന് ഉടനെ അനീഷ്. ഞാൻ സേനാപതിയുടെ കൂടെ ആയിരുന്നു എന്ന് ജിസേല് പറയുന്നു. ഉടനെ നെവിൻ ഷാനവാസിനെ ആ വഴിക്കിട്ട് ഓടിക്കുന്നു. ഇതിന്റെ കൂടെ അക്ബറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി ഉണ്ട്. അതും കൂടി ആയപ്പോ വൻ കോമഡി രംഗമായിട്ട് തന്നെ ഇത് മാറി. ലൈവിൽ കണ്ടപ്പോ ചിരിച്ചൊരു വഴിയായി. ഇത് മിക്കവാറും ഒരു വൈറൽ ക്ലിപ്പ് ആവാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്, എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അത്ര കിടിലൻ ഒരു രംഗമായിരുന്നു ഇത്. വളരെ ഫൺ മോഡിലിരുന്ന് അടിമകൾ സ്വേച്ഛാധിപതികളുടെ കൂടെ നിന്ന് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ വേണ്ടി തന്നെ ഓരോന്ന് ചെയ്തു കൂട്ടുന്ന കാഴ്ചയായിരുന്നു ഈ രാത്രി ലൈവിനകത്ത്. ബിഗ് ബോസിനകത്ത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഓറഞ്ചിന്റെ പേര് പറഞ്ഞുള്ള വഴക്കും ചീസിന്റെയും തൈരിന്റെയും പേര് പറഞ്ഞുള്ള പൊട്ടിത്തെറിയും ഒന്നും അല്ല. അതും വേണം, പക്ഷെ ഒരു പരിധിയൊക്കെ ഇല്ലടേ. എപ്പോഴും അങ്ങനത്തെ ഫൈറ്റ് കാണുന്നത് എനിക്ക് പേഴ്സണലി വളരെ ബോറാണ്. ഞാൻ ഒരു മോട്ടീവാണ് ഫൈറ്റിനകത്ത് എപ്പോഴും നോക്കുന്നത്. ആ മോട്ടീവ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അത് പറയാനാണെങ്കിലും പ്രേക്ഷകരുടെ അടുത്ത് പറയാനാണെങ്കിലും ചർച്ച ചെയ്യാനുള്ള ഒരു മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇന്നത്തെ ലൈവ് എപ്പിസോഡൊക്കെ കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് വല്ലാത്ത ആവർത്തന വിരസത അടിച്ചു. വളരെയധികം നിരാശാജനകമാണെന്ന് വേണമെങ്കിൽ പറയാം. തൈരിന്റെ പേര് പറഞ്ഞടി, യോഗേർട്ട് തന്നില്ല, പിന്നെന്താണ് ചീസ് കിട്ടിയില്ല, ഓറഞ്ച് കിട്ടിയില്ല, അടുക്കള ഭരണം നടത്തുന്നു, അടുക്കളയിൽ നിന്നും മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെറുതെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഫൺ കാര്യങ്ങൾ ഇവര് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഈ ഒരു കോമഡി രംഗം ശരിക്കും എനിക്കൊരു റിലീഫ് തന്നെ ആയിരുന്നു എന്ന് പറയാം. ഇത് ലൈവിൽ കണ്ടപ്പോ അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും എല്ലാവരും ഒത്തുകൂടി നിന്ന് ഇവരെ വെച്ച് നിർത്തി ട്രോളുന്നതും ഇവരുമായിട്ട് ആ ഒരു ഫണ്ട് ഉണ്ടാക്കുന്നതൊക്കെ വളരെയധികം ഒരു റിലാക്സേഷൻ തന്ന കാര്യങ്ങളാണ്. ലൈവിൽ കൂടുതലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുക്കാനായിട്ട് കാരണം ഈ രീതിയിലും ഇവർ വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യും എന്ന് ഓർത്തുകൊണ്ടാണ്.